വിശദമായ വാർത്തയിലേക്ക്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ ജമ്മു കാശ്മീർ. ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഭീകരാക്രമണം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കും. വീരമൃത്യു വരിച്ച 5 സൈനികരുടെ ഭൌതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ജയ്ഷെ മുഹമ്മദ് അനുകൂല സംഘടന PAFF വ്യക്തമാക്കി. എന്നാൽ സൈന്യത്തിനെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നെന്നും PAFF വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പൂഞ്ചിലെ ബട്ടാദൂരിയൻ നിബിഡ വനമേഖലയിൽ തമ്പടിച്ചാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ആദ്യം ഗ്രനേഡ് എറിഞ്ഞ് വാഹനത്തെ തടസ്സപ്പെടുത്തുകയും പിന്നീട് ഇന്ധന ടാങ്കിന് നേരെ വെടിവെക്കുകയുമായിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വനത്തിനുള്ളിലേക്ക് ഭീകരർ മറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഹവിൽദാർ മൻദീപ് സിംഗ്, ലാൻസ് നായിക്മാരായ ദബാശിഷ് ബസ്വാൾ, കുൽവന്ത് സിംഗ്, ശിപായിമാരായ ഹർകിഷൻ സിംഗ്, സേവക് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സൈനികൻ രജൌരിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭീകരാക്രമണമുണ്ടായ പ്രദേശത്ത് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം പരിശോധന നടത്തി. രജൌരി പൂഞ്ച് മേഖലയിൽ 7 ലഷ്കറെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നുമാണ് സംശയം. അടുത്ത മാസം G20 ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീനഗറിൽ ടൂറിസം സമ്മേളനം നടക്കാനിരിക്കെയാണ് ഭീകരാക്രമണമുണ്ടായത്. ഈ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. ന്യൂസ് 18 ജമ്മു കാശ്മീർ. സൈനികർക്ക് നേരെയുള്ള ഭീകരാക്രമണത്തിനെതിരെ ജമ്മുവിൽ പ്രതിഷേധം ശക്തമാകുന്നു. ശിവസേന ഡോഗ്ര ഫ്രണ്ട് പാകിസ്ഥാനെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് ജമ്മുവിൽ പാകിസ്ഥാൻ പതാക കത്തിക്കുകയും ചെയ്തു.